ഹലോ യെസ്, അപ്പോൾ നമ്മൾ അമൃത്സറിൽ പോയി ഗോൾഡൻ ടെമ്പിളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഇപ്പോൾ ദാ ആഗ്രയിൽ വന്നേക്കുവാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആഗ്രക്കാണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ വന്ന് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് താജ്മഹൽ കാണുക, തിരിച്ച് ഡൽഹിക്ക് പോകുക, അത്രേ ഉള്ളൂ നമ്മളുടെ ഇവിടുത്തെ പരിപാടി. അപ്പോൾ എന്തായാലും ഇന്നലെ അമൃത്സർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ കയറിയത് വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴാണ്. ഇന്ന് രാവിലെ 10 മണിയൊക്കെ 2 മണിക്കൂർ ഡിലേ ആയിരുന്നു. നമ്മൾ ആഗ്രക്കാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പം താജ്മഹലിൻ്റെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ആഗ്രക്കാണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബാക്കിയുള്ള പരിപാടികൾ നോക്കട്ടെ. നമ്മൾ ഇവിടുന്ന് ഒന്ന് ഫ്രഷായി ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ബാക്കി പരിപാടികളൊക്കെ കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ പ്രീപെയ്ഡ് ഓട്ടോസും ടാക്സീസും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളൊരു പ്രീപെയ്ഡ് ഓട്ടോ എടുത്തു. ഈ ഒരു ഓട്ടോയ്ക്ക് ഇന്നത്തേന് ചാർജ് വരുന്നത് 600 രൂപയാണ് ഫുള്ളായിട്ട് വരുന്നത്. അതായത് നമ്മളെ താജ്മഹൽ, റെഡ് ഫോർട്ട്, അതുപോലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഏതെങ്കിലും ഹോട്ടൽ, എന്നിട്ട് തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇറക്കുക. അങ്ങനെ ഇന്ന് ഫുൾ നമുക്ക് ഇതിൽ തന്നെ കറങ്ങാൻ പറ്റും. നമ്മുടെ ബാഗൊക്കെ ഇതിൽ തന്നെ കീപ്പ് ചെയ്ത് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും പോകാൻ പറ്റും. അങ്ങനെ ഡൽഹി പോലീസ് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തരുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രീപെയ്ഡ് ഓട്ടോ എടുത്ത് ഫസ്റ്റ് പോകുന്നത് താജ്മഹലിലോട്ടാണ്. വെസ്റ്റ് ഗേറ്റിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ബാഗെല്ലാം ഓട്ടോയിൽ തന്നെ വെച്ചിട്ട് താജ്മഹൽ ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ജനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ താജ്മഹലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് താജ്മഹലിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം കയ്യിൽ ബാഗുകളോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ കയറിയാൽ അത്രയും ബെറ്റർ. കയ്യിൽ ഫോൺ മാത്രം പോക്കറ്റിൽ വെച്ചിട്ട് കയറുന്നതായിരിക്കും അത്രയും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി ചെക്കിനിൽ നിന്നൊക്കെ പെട്ടെന്ന് കയറാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് വേണം കയറാൻ. അങ്ങനെ അതാ ഞാൻ താജ്മഹൽ കാണാനായിട്ട് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. സർപ്രൈസിംഗ്ലി ഞാൻ എത്തിയ ഈ സെയിം ഡേ മുഗൾ എംപറർ ഷാജഹാന്റെ 368ാമത്തെ ഡെത്ത് ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് എൻട്രി ടിക്കറ്റ് ഫ്രീ ആണ്. അതായത് സാധാരണ ദിവസങ്ങളിൽ താജ്മഹലിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 50 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത്. അതുകൂടാതെ ഉള്ളിലെ മ്യൂസിയത്തിലേക്ക്, അതായത് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് 200 റുപ്പീസിൻ്റെ ടിക്കറ്റ് കൂടെ എടുക്കണം. അപ്പം നമുക്ക് ഒരു 250 റുപ്പീസ് ലാഭിക്കാൻ പറ്റി. പക്ഷേ അതുപോലെ ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ ഫ്രീ ആയിരുന്നതുകൊണ്ടും ഇങ്ങനൊരു വിശേഷമുള്ള ദിവസമായിരുന്നതുകൊണ്ടും ഇവിടെ അതുപോലെ ജനങ്ങളുണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. യെസ്, നമ്മളങ്ങനെ താജ്മഹൽ കണ്ടു. താജ്മഹൽ കാണണമെന്നുണ്ടായിരുന്നു, അത് കണ്ടു. നല്ല തിരക്കാണ്, നല്ല വെയിലും ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടു ഇരിക്കുകയാണ്. കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സിഗ്നിഫിക്കൻറ്റ് മോണുമെൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അടിപൊളി ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ തിരക്കും വെയിലും ക്ലൈമറ്റും ഒക്കെ ആകുമ്പോൾ ഒരു ടയർഡ്നെസ് ഉണ്ട്. ആൻഡ് അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അങ്ങനെ താജ്മഹൽ കണ്ടു. ഇനിയിപ്പോൾ പോവാണ്. ടിക്കറ്റ് എൻട്രി ഇല്ല, ഫ്രീ ടിക്കറ്റ് എൻട്രി ആണ്. ഫ്രീ എൻട്രി ആണ്. നമ്മൾ നല്ല ചെക്കിൻ ഉണ്ട് സെക്യൂരിറ്റിയിൽ. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അത്രയേ ഉള്ളൂ. ഈ കാണുന്ന ജനത്തിരക്ക് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കാണാനുള്ള ക്യൂ ആണ്. എൻ്റെ അമ്മ, ഇത് കാണുമ്പോൾ തന്നെ തല കറങ്ങും. ശരിക്കും ആ ഒരു ക്ലൈമറ്റും ഈ ജനങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേനും ശരിക്കും നല്ല മടുപ്പായിരുന്നു. എനിക്ക് കയറണോ വേണ്ടോ എന്നൊക്കെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വിചാരിച്ചപ്പോൾ ഇനി ഒരു വട്ടം കൂടെ താജ്മഹൽ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. കാരണം എനിക്ക് ഒരു 1 ടൈം ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഉള്ളിലൂടെ കയറിയിട്ട് വന്നേക്കാം എന്ന് വിചാരിച്ച് ആ ക്യൂ നിൽക്കാൻ തുടങ്ങി. നിന്ന് ഓൾമോസ്റ്റ് ഒരു 1-2 മണിക്കൂറോളം ആ ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് ഉള്ളിലേക്കൊന്ന് എൻട്രി ചെയ്യാൻ പറ്റിയത്.
ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് മോണുമെന്റിൽ ഒന്നായ താജ്മഹൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ 1983 ഇടം പിടിച്ച ഒരു മോണുമെന്റൂടെയാണ്. മുംതാസിന്റെ മരണശേഷം 22 വർഷത്തോളം, അതായത് ഈ താജ്മഹൽ പണി കഴിപ്പിക്കുന്നിടം വരെ മുംതാസിന്റെ ബോഡി ഈ യമുനയുടെ തീരത്തുള്ള ഒരു ഗാർഡനിലാണ് സൂക്ഷിച്ചത് എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇതിന്റെ പണി പൂർത്തിയായതിനു ശേഷമാണ് ഖബർ ഇതിന്റെ ഉള്ളിലേക്ക് മാറ്റിയത്. അതുപോലെ ഷാജഹാന്റെയും ഖബർ ഇപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിന്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾക്ക് കയറുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ 2 ഖബറുകളാണ്. യെസ്, അങ്ങനെ ഒരു നീണ്ട നൃത്തത്തിന് ശേഷം ഞങ്ങൾ ഉള്ളിൽ കയറി, താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി. ഭയങ്കര ക്യൂ ആണ് കേട്ടോ. സാധാരണ 200 രൂപയാണ് ഉള്ളിൽ കയറാനുള്ള എൻട്രി ഫീ, പക്ഷേ ഇന്ന് അത് ഫ്രീ ആയിരുന്നു. അതുകൊണ്ടുകൂടെ ആണോ എന്നറിയില്ല, പിന്നെ ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും. ഭയങ്കര ജനങ്ങളാണ്, അല്ലെങ്കിൽ ഇവിടെ തിരക്കാണെന്ന് തോന്നുന്നു. എനിവേസ് ഉള്ളിൽ കയറി. ഫുൾ മാർബിൾ ആണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. ഉള്ളിൽ തണുപ്പുണ്ട്, പക്ഷേ പുറത്ത് ഭയങ്കര വെയിലായിരുന്നു. ഒന്നാമത് തൊപ്പി ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര ടയർഡായിപ്പോയി. എനിവേസ് ഉള്ളിൽ കയറി. ജസ്റ്റ് അവർ ക്യൂ ആയിട്ട് ഉള്ളിൽ എല്ലാവരെയും കയറ്റി വിട്ടു. ഖബറൊക്കെ കണ്ടു, എന്നിട്ട് പുറത്തേക്ക് വന്നു. ഉള്ളിൽ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടി കണ്ടിട്ട് പുറത്ത് വന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ്. ഫുള്ളി ടയർഡായിപ്പോയി. ഇത്രയും ദിവസം തണുപ്പത്തു നിന്നൊക്കെ ഭയങ്കരമായ വെയിലിലേക്ക് വന്നപ്പം ഭയങ്കരമായിട്ട് ടയർഡായി പോന്നു. എനിവേസ് ഉള്ളിൽ കയറാൻ പറ്റി, കാണാൻ പറ്റി. സോ ഇനിയിപ്പം തിരിച്ചു പോവാണ്. ഇനി ഓട്ടോച്ചേട്ടൻ വിളിച്ചായിരുന്നു, പക്ഷേ തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പം അവിടെ ചെല്ലണം, ബാക്കിയുള്ള പരിപാടി നോക്കണം. റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ കയറുമോ എന്നുള്ള ഡൗട്ടാണ്, അറിയില്ല, നോക്കട്ടെ. എന്തായാലും എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയ പത്നിയായ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച 22 വർഷങ്ങളോളം എടുത്ത് പണി കഴിപ്പിച്ച ഒരു മോണുമെൻ്റാണ് താജ്മഹൽ. ഇതൊരുപാട് നമ്മൾ പഠിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയാണ് താജ്മഹലിൻ്റെ കഥ. സ്കൂൾ മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മോണുമെൻ്റൊക്കെ നേരിൽ വന്ന് കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ വിചാരിക്കുന്നു. ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ശേഷം നമ്മളിതാ ആഗ്ര ഫോർട്ടിലേക്ക് കയറാൻ പോവാണ്. 50 രൂപയാണ് ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എൻട്രി ഫ്രീ ആണ്. അങ്ങനെ ടിക്കറ്റും എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. താജ്മഹൽ എൻട്രി ഗേറ്റിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ വരും. വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ നിന്നാണെങ്കിൽ ഏകദേശം കുറച്ച് ദൂരമുള്ളൂ, നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ ആഗ്ര ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഈ കാണുന്ന പോലെ തന്നെ എല്ലാ മുഗൾ എംപറേഴ്സും താമസിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ഫോർട്ടാണ് ഈ ആഗ്ര ഫോർട്ട്. ഒരുപാട് സ്പെഷ്യാലിറ്റികളുള്ള ഒരു ഫോർട്ട് കൂടിയാണ് ആഗ്ര ഫോർട്ട്. ഇവിടെ നിന്നാൽ ഏറ്റവും ഒരു പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ താജ്മഹലിൻ്റെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത്. എനിക്ക് കുറച്ചുകൂടെ അടുത്ത് പോയി ആ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് കാണുന്നതിനേക്കാളും കുറേയും കൂടി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലോങ് വ്യൂ ആയിരുന്നു. നമ്മളിവിടെ വന്നപ്പോഴത്തേനും ഒരു ഈവനിങ് ടൈം ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, വെയിലൊക്കെ മാറിയായിരുന്നു. കുറേ നേരം അവിടെ കൂടെ ഒക്കെ നടന്ന് ഇത് ക്ലോസിംഗ് ടൈം ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയത്.